എന്തിനേച്ചോട്ടെ ഇത്ര വില കൂടിയ ഫോണൊക്കെ വാങ്ങിയേ? എന്റെ ഒരെണ്ണം ഇല്ലേ? ഇതെന്ത് കൊടുക്കണ ഏട്ടാ? എങ്ങനെ കൊടുത്തുവിട് ഏട്ടാ ഇതിന്റെ പാസ്വേഡും കൂടി ഒന്ന് സെറ്റ് ചെയ്യട്ടാ. അതെന്റെ ഫേസും കൊടുത്താൽ മതി. ഏട്ടന്റെ ഫേസ് കൂടി കൊടുക്ക്. അതിന്റെ ആവശ്യമില്ലെന്ന്. എന്തോന്ന് ഏട്ടാ കോഡ്? ഏതോ ഹരി മെസ്സേജ് അയച്ചേക്കുന്നു. ഇത് PSC സെന്ററിലെ ഹരിച്ചേട്ടനാ. ആ ഹരിച്ചേട്ടാ, ഞാനിവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. 2 ദിവസമായി ക്ലാസ്സിന് പോയിട്ട്. ഇല്ല ഇല്ല വരും, 2 ദിവസം കഴിഞ്ഞാ വരും. മാമളിറങ്ങണേ. കഴിച്ചോണ്ട് പോയി പിള്ളേരെ ആര് കഴിക്കാതെ മീനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എവിടെ പോണത്? സമയമാകുമ്പോ ഇറങ്ങും. എടോ, താൻ ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് എന്ന ബുക്ക് വായിച്ചിട്ടുണ്ടോ? അത് ഞാൻ വായിച്ചിട്ടില്ല. എമിലി ബ്രോണ്ടയുടെ വദറിംഗ് ഹൈറ്റ്സ് വായിച്ചിട്ടുണ്ട്. ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയറയാണ് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത്. ഗ്രീഷ്മേ, എടാ ഫൈസി, നീയോ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്? കല്യാണം കഴിഞ്ഞു, നീ അറിഞ്ഞില്ലായിരുന്നല്ലേ? ഇതാണ് എന്റെ ഹസ്ബൻഡ്. ചേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫൈസി? പ്രതീക്ഷിച്ചില്ലേട്ടാ, നീ അങ്ങ് തടിച്ചു കൊടുത്തു ഗുണ്ടുപടി ആയല്ലേ. നീ വാ, നമുക്ക് എന്റെ വീട് ഇവിടെ അടുത്താണ്, നമുക്ക് പോയിട്ട് പോയിട്ട്. പിന്നെ നമുക്ക് പോവല്ല, അല്ലെങ്കിൽ വേറൊരു ദിവസം വരാടാ. വാ, വീട്ടിലോട്ട് കയറിട്ട് പോവാം. ഇതുവരെ വന്നിട്ട് പറഞ്ഞില്ലേ വേറെ ദിവസം വരും. അല്ല ബ്രോ, ഇതുവരെ വന്നിട്ട് സമയല്ല, നീ പോ. ഗ്രീഷ്മ, എന്താ ഏട്ടാ? മറ്റേ പയ്യൻ എവിടെ ഉള്ളന്ന് പറഞ്ഞേ? അവൻ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാ. അത് നീ ഗേൾസ് സ്കൂളല്ലായിരുന്നോ? അല്ല ഏട്ടാ. അല്ല, കറക്റ്റ് ഇവിടെ തന്നെ എങ്ങനെ വന്നെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ അവനെ ഇപ്പോഴാ പിന്നെ കാണുന്നേ. ഓ, ഞാൻ വിളിച്ചു വരുത്തിയതായിരിക്കും. അപ്പൊ ഈ ഫൈസി എങ്ങനെ വീട്ടിലൊക്കെ വരുമായിരുന്നോ? വരുമായിരുന്നു. എപ്പോ, രാത്രിയാ? ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, ചോദിച്ചതാ. അന്ന് മൂന്നാർ പോയപ്പോ നീ ഒരു ഫോട്ടോ ഇട്ടില്ലായിരുന്നോ? ഓ, അത് ഈ പുള്ളി എടുത്തു തന്നെയാണോ? അത് ഗേൾസ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ. കിച്ചയുടെ ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ വായിച്ചു. നിങ്ങൾ എവിടെ ഒരുമിച്ച് റൂമൊക്കെ എടുത്തിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ചേട്ടൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് പറഞ്ഞല്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. അയ്യോ, ഞാനത് പിണങ്ങാൻ വേണ്ടി ചോദിച്ചെന്നല്ലേ. ഇപ്പോഴത്തെ വേണ്ട, എന്റെ അടുത്ത് മിണ്ടണ്ട. താൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ലാന്നേ. നീ ലോകം കണ്ടിട്ടില്ലാത്തോണ്ടാണ്. ഇനി ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കൂല. നിന്റെ പിണക്കം മാറാൻ ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം. ഓക്കെ, ഗുഡ് ഗേൾ. എടോ, തിരക്കിലാടാ? അല്ല, ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആയിരുന്നേ. അപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 2 പടങ്ങൾ എടുത്തോട്ടെ. ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. ഗേൾസ് പീഡിക എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ്. 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക്. എന്താ മോനെ? അല്ല, ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ്. ചേച്ചിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി 2-3 പടങ്ങൾ എടുക്കാനേ. ഓ, അതിനെന്താ? ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പൊ ഇതിൽ 1 മില്യൺ ഫോളോവേഴ്സ്. എടുത്തോ, ഞാൻ കുനിഞ്ഞു. പീതാംബരം